ഞാൻ മാവാട്ടാനായിട്ട് എക്സ്പേർട്ട് ആയതുകൊണ്ട് ഒരു ചടങ്ങിന് ഒരു 10-25 പേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തലേ ദിവസം കൊച്ചായിമാരൊക്കെ കൂടി എന്നെക്കൊണ്ട് മാവാട്ടിപ്പിച്ചൊരു സമയം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ മാവാട്ടി കഴിഞ്ഞാൽ കണ്ടില്ലേ, ഈ ചന്ദ്രനിലെ കുറേ ഓട്ടകൾ പോലെ എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം ചെറുതായിട്ടൊന്ന് പൊന്തും. പക്ഷെ ഭാഗ്യത്തിന് ഇടയിൽ നല്ല സോഫ്റ്റ് ആവാറുണ്ട്, പൊന്തി മറിയാറില്ല എന്ന് മാത്രം. നമ്മുടെ ഈ വെളിച്ചെണ്ണ കുപ്പി അമ്മയുടെ വിചാരം സ്പ്രേ ചെയ്യാൻ മാത്രമേ ഉള്ളൂ എന്നാണ്. ഇതെങ്ങനെ ഓപ്പൺ ആക്കാമെന്ന് അമ്മയ്ക്ക് ഇപ്പോഴും അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു കൊടുത്തപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത്. സാമ്പാറിലേക്ക് കടുകും മുളകും വറുത്തിടാണ് കേട്ടോ. സാമ്പാർ ഉണ്ടാക്കേണ്ട ഡ്യൂട്ടി അത് അമ്മയുടെ. കാരണം അമ്മ ഉണ്ടാക്കുന്ന അത്ര വൃത്തിക്കൊന്നും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയില്ല. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴാണ് കിച്ചണിൽ ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത്. ഇവൻ ചിക്കൻ ആയാൽ പോലും ചിക്കൻ കറി ഒന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. അതെന്തോ വലിയ ഭാരപ്പെട്ട പണിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും സാമ്പാർ ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. അമ്മ കുറേ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് എന്തൊക്കെയോ അറിയില്ല, അത്രയും പെർഫെക്ഷൻ എനിക്ക് കിട്ടാറില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡലി ആയിട്ടുണ്ട്. എപ്പോഴും ഇഡലിയൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ടെൻഷനാണ്, സ്പോഞ്ച് പോലെ ഉണ്ടോ എന്ന്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമുക്കിന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമുണ്ടായി. വേഗം ആ പരിപാടിയൊക്കെ കഴിച്ചു വെച്ചു. മീൻ മേടിച്ചിട്ട് എൻ്റെ കീത്ത് അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹോസ്പിറ്റലിൽ പോകണതിൻ്റെ തിക്കും തിരക്കിലും ആ ഒരു സാമ്പാറും ഇഡലിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല. ചടപട്ടിയെന്നെടുത്ത് കഴിക്കായിരുന്നു. ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു ഫുൾ ഷർട്ട് ഡ്രസ്സാണ് കേട്ടോ. നമുക്കിത് ഷ്രഗായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ടോപ്പ് ടു എൻഡ് വരെ ഇതിന് ബട്ടൺസാണ് കൊടുക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഷ്രഗായിട്ടും യൂസ് ചെയ്യുമ്പോഴും അടിപൊളിയാണ്. എന്തായാലും ഇത് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോകുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ ശരീരത്തിൽ എനിക്ക് എന്ത് വേണ്ടാത്തൊരു രോഗം കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഞാൻ അപ്പോൾ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യും. അതൊട്ടും ഞാൻ വെച്ചുകൊണ്ടിരിക്കില്ല. കാരണം അത് ഞാൻ മാത്രമല്ല സഹിക്കേണ്ടി വരുന്നത്, എൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ കൂടെ എനിക്ക് എന്തെങ്കിലും അസുഖം വന്നത് സഹിക്കേണ്ടി വരും. സോ സ്കാനിങ് റൂമിൽ പോയിരിക്കുകയാണ്. സ്കാനിങ് റിപ്പോർട്ടൊക്കെ കിട്ടി. യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഹെൽത്തൊക്കെ കംപ്ലീറ്റ്ലി ഓക്കെയാണ്. നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു രോഗം വന്നാൽ നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രം സഹിച്ചാൽ പോരെയെന്ന്. അങ്ങനെയല്ല, നമ്മുടെ ചുറ്റുമുള്ളവരും അത് അനുഭവിക്കേണ്ടി വരും.